ക്ലാസ് മുറികളിൽ നിന്നും ക്ലാസ് മുറികളിലേക്ക് തന്റെ ഇരിപ്പിടം എത്തിച്ചതിനു ശേഷം മാത്രം അധ്യാപനം ആരംഭിച്ചിരുന്ന ഒരു യുവ വൈദികൻ. അലക്കി തേച്ച കുപ്പായത്തിൽ ഒരു ചെറു കറ പുരളാൻ അദ്ദേഹം അനുവദിച്ചിരുന്നില്ല. വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും മനസ്സിൽ ക്രാന്തദർശി, വിദ്യാസമ്പന്നൻ. തന്റെ കഴിവിനനുസരിച്ച് ആഡംബര ജീവിതത്തിൽ തന്നെ ആ വൈദികൻ ജീവിച്ചു പോന്നു. പിന്നീട് എപ്പോഴോ താൻ ഉൾക്കൊള്ളുന്ന തന്റെ സഭയ്ക്ക് ഒരു യു ടേൺ ആവശ്യമാണെന്ന് അദ്ദേഹത്തിന് തോന്നി. പ്രാർത്ഥനയുടെ സ്രോതസ്സായ സന്യാസ ജീവിതം ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ ആ പുരോഹിതൻ തന്റെ സർവവും ഉപേക്ഷിച്ച് കാടിനുള്ളിലെ മലമുകളിൽ ആശ്രമ ജീവിതത്തിന്റെ ദാരിദ്ര്യത്തിലേക്ക് പടവുകൾ കയറി. കുറച്ചുകൂടി ആധികാരികമായി പറഞ്ഞാൽ, വനത്തിനുള്ളിൽ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ കൂടാരത്തിൽ തന്റെ ശിഷ്യന്മാരും ഒന്നിച്ച് ഭിക്ഷയാചിച്ച് കിട്ടിയ ഭക്ഷണവും കഴിച്ച് ആശ്രമ ജീവിതം ഏറ്റവും സംതൃപ്തിയോടെ ആ യോഗ്യവരെ സന്യാസം ജീവിച്ചു. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ സ്ഥാപക പിതാവായ ധന്യൻ മാർ ഇവാനിയസ് പിതാവിന്റെ കഥ അവിടെ ആരംഭിക്കുകയായിരുന്നു.